إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നൂർ 26-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. അൽ ഖബീസാതു ലിൽ ഖബീസീന, അൽ ഖബീസാതു ദുഷിച്ച സ്ത്രീകൾ, അതായത് ചീത്ത സ്ത്രീകൾ, ലിൽ ഖബീസീന ചീത്ത പുരുഷന്മാർക്കുള്ളതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അതായത് ചീത്ത ചീത്തയോടാണ് ചേരുക, അല്ലാതെ നല്ലത് ചീത്തയോടുകൂടി ചേരുകയില്ല. അടുത്തല്ല പറയുകയാണ് വൽ ഖബീസൂന, അതായത് ചീത്ത പുരുഷന്മാർ, ലിൽ ഖബീസാതി അത് ചീത്ത സ്ത്രീകൾക്കുള്ളതാണ് എന്നാണ് അല്ലാഹു വിശദീകരിക്കുന്നത്. വത്തയ്യിബാതു, അതേസമയം ശുദ്ധരായ നല്ല സ്ത്രീകൾ, ലിത്തയ്യിബാതി നല്ല ശുദ്ധരായ പുരുഷന്മാർക്കുള്ളതാണ്. വത്തയ്യിബൂന, ആ ശുദ്ധരായ പുരുഷന്മാർ, വിശുദ്ധരായ ആ പുരുഷന്മാർ, ലിത്തയ്യിബാതി ആ നല്ല ശുദ്ധരായ സ്ത്രീകൾക്കുള്ളതാകുന്നു എന്നാണ് അല്ലാഹു വിശദീകരിക്കുന്നത്. ചുരുക്കത്തിൽ ചീത്ത ചീത്തയോട് ചേരും, നല്ലത് നല്ലതിനോട് ചേരും. നോക്കൂ നിങ്ങൾ, ആയിഷ റളിയല്ലാഹു അൻഹ അവരെ കുറിച്ച് വ്യഭിചാരോപണം നടത്തിയതുമായി ബന്ധപ്പെട്ട് അവതരിച്ച ആയത്താണ്. നോക്കൂ നിങ്ങൾ, ആ മുഹസ്സിനത്തായ ആ പതിവ്രതയായ ആയിഷ റളിയല്ലാഹു അൻഹ ആ ഏറ്റവും നല്ലൊരു സ്ത്രീയാണ്. അവർ ചേരുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാണ് ചേരുന്നത്. അതേസമയം വിശുദ്ധരിൽ വിശുദ്ധരായി അറിയപ്പെടുന്ന പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ ചേരുന്നത്, ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ചേരുന്നത് വിശുദ്ധയായ ആയിഷ റളിയല്ലാഹു അൻഹയിലേക്കാണ് ചേരുന്നത് എന്നൊക്കെയാണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇതിനെയൊന്നും ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇതിനെയൊന്നും തട്ടിക്കെട്ടാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല എന്നാണ് ആ മുനാഫിക്കുകൾക്കും അവിടെ വിശ്വാസികൾക്കും നീചമനസ്കരായ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നത്. നല്ലത് നല്ലതിനോടാണ് ചേരുക, ചീത്ത ചീത്തയോടാണ് ചേരുക എന്നുള്ള ഒരു തത്വമാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. ഉലായിക കൂട്ടർ, ആ നല്ല കൂട്ടർ, ശുദ്ധരായ മനുഷ്യർ, മുബറഊന മിമ്മാ യഖൂലൂൻ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്നും തികച്ചും ഒഴിവാണ്, അവർ വിട്ടുനിൽക്കുന്നവരാണ്, ഒഴിവായവരാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. ലഹും അവർക്കുണ്ട് മഗ്ഫിറത്തുൻ പൊറുക്കലുണ്ട്, വരിസുഖുൻ ഉപജീവനമുണ്ട്, കരീമാന്യമായ ഉപജീവനമുണ്ട്, അവർക്ക് പൊറുക്കലുമുണ്ട് അല്ലാഹുവിന്റെ പക്കൽ, അവർക്ക് സുഖപ്രവേശനമുണ്ടെന്നൊക്കെയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് ഒരിക്കലും ഇത്തരം ദുരാരോപണങ്ങളൊന്നും വില പോകില്ല എന്ന ശക്തമായ താക്കീതാണ് നൽകുന്നത്. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.